എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ മലബാറിലെ പുകഴ്പെറ്റ ഒരു ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് ദക്ഷിണകാശി എന്ന വിശ്രുതനാമത്തിൽ അറിയപ്പെടുന്ന ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. അവിടുത്തെ വൈശാഖ മഹോത്സവം ഇപ്പോൾ നടന്നു വരികയാണ്. വൈശാഖ മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്ന ഒരു ചടങ്ങുകളിൽ ഒന്ന് നീരെഴുന്നള്ളത്ത് എന്ന് പറഞ്ഞൊരു ചടങ്ങാണ്. ആ ചടങ്ങ് നടക്കുന്ന ദിവസം കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ആ ചടങ്ങ് വളരെ പ്രതീകാത്മകവും ഭാവാത്മകവുമായൊരു ചടങ്ങാണ്. നൂറുകണക്കിന് വർഷമായി നടന്നു വരുന്ന ഒരു ചടങ്ങാണ് ഈ നീരെഴുന്നള്ളത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത, കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞതിന് ശേഷം, കഴിഞ്ഞ വർഷത്തെ ഉത്സവം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും തിരിച്ച് ഇക്കരെ കൊട്ടിയൂരിൽ വന്നാൽ പിന്നെ ഒരു വർഷത്തേക്ക് അങ്ങോട്ടേക്ക് മനുഷ്യ പ്രവേശമില്ല. ആ സമയത്ത് അതിൻ്റെ നിയന്ത്രണാധികാരം ഏൽപ്പിക്കുന്നത് കുറിച്യ സമുദായത്തിൽപ്പെട്ട ഒറ്റപ്പിലാൻ എന്ന് പറഞ്ഞൊരാൾ, തീയ സമുദായത്തിൽപ്പെട്ട പുറങ്കലയൻ, പിന്നെ ഒരു ആശാരി, കട്ടൻ എന്ന് പറയുന്ന ഒരു 4 പേരെയാണ് അത് ഏൽപ്പിക്കുക. നീരെഴുന്നള്ളത്ത് എന്ന് പറയുന്നത് ഇക്കരെ കൊട്ടിയൂരിൽ നിന്ന് പടിഞ്ഞിറ്റ ഇല്ലത്തെ നമ്പൂതിരിയും കൊട്ടിയൂർ അധികാരമുള്ള 4 വീട്ടുകാരും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ആളുകളും ഇക്കരെ കൊട്ടിയൂരിൽ നിന്ന് കാനനപാതയിലൂടെ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, മന്നഞ്ചേരിയിലെത്തി അവിടെ നിന്ന് കൂവയില പറിച്ച് ബാവലിയിൽ ഇറങ്ങി ബാവലിയിൽ നിന്ന് തീർത്ഥമെടുത്ത് ആദ്യം ഈ കൊട്ടിയൂരിലുള്ള മണിത്തറയിലുള്ള സ്വയംഭൂ ശിവലിംഗത്തിൽ തീർത്ഥം അഭിഷേകം ചെയ്യുന്നത് കുറിച്യ സമുദായത്തിൽപ്പെട്ട ഒറ്റപ്പിലാനാണ്. അദ്ദേഹം അഭിഷേകം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവിടുത്തെ ജന്മശാന്തിയായിട്ടുള്ള പടിഞ്ഞിറ്റ നമ്പൂതിരിക്ക് അഭിഷേകം ചെയ്യാൻ അധികാരമുണ്ട്. അതായത് ഹിന്ദു സമൂഹത്തിലെ ഏറ്റവും പിന്നാക്കമായ എന്ന് കരുതുന്ന കുറിച്യ സമുദായത്തിൽപ്പെട്ട ഒറ്റപ്പിലാൻ അഭിഷേകം ചെയ്ത അതേ സ്ഥാനത്ത് ഇപ്പുറത്ത് നിന്നുകൊണ്ടാണ് പടിഞ്ഞിറ്റയിലെ നമ്പൂതിരി അഭിഷേകം ചെയ്യുന്നത്. ഒരേ സ്ഥാനത്താണ്, ഒരേ സ്വയംഭൂ ശിവലിംഗത്തിലാണ് ഇരുവരും അഭിഷേകം ചെയ്യുന്നത് എന്ന വളരെ സാമൂഹ്യ ഏകതയുടെയും ഭാവാത്മകതയുടെയും ഒരു മഹനീയ പ്രതീകമാണ് നീരെഴുന്നള്ളത്ത് എന്ന് പറഞ്ഞൊരു ചടങ്ങ്. അവിടെ ഒരു ജാതി വ്യത്യാസമില്ല. തീണ്ടലും തൊടിയിലും മൈത്തവും എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രചരണങ്ങൾ നടന്ന എല്ലാ കാലത്തും ഈ ചടങ്ങ് ഒരു തരത്തിലുള്ള വ്യത്യാസമില്ലാതെ നടന്നു വന്നിരുന്നു. അതാണ് നീരെഴുന്നള്ളത്ത്. ആ ചടങ്ങ് ദിവസം അവിടെ ഒരു അടിയന്തര യോഗമൊക്കെ കൂടിയിട്ട് ഒരു 1 മണിയോടുകൂടിയാണ് അക്കരെ പ്രവേശിക്കുക. കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ആ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. ഈ വർഷവും പങ്കെടുത്തിരുന്നു. അപ്പോൾ അതിൽ ആ ചടങ്ങ് നടക്കുന്ന അന്ന് രാവിലെ ഒരു 2-3 ആളുകൾ അവിടെ വന്ന് അവർ ദേവസ്വത്തിൻ്റെ ചില ആളുകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അത് കർണാടകയിൽ നിന്ന് വരികയാണ് എന്നാണ് ഒരാൾ പറഞ്ഞത്. അദ്ദേഹം അവിടെ കർണാടകയിലുള്ള ഏതൊരു മിനിമം വേജസ് ബോർഡിൻ്റെ ചെയർമാനാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു തറവാട് കൂത്തുപറമ്പ് കോട്ടയം പോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. അവിടെ പൊന്നമ്പലാത്ത് പാറപ്പുറം എന്ന് പറഞ്ഞൊരു ചടങ്ങ് ഒരു തറവാടുണ്ട്. ഞങ്ങളാണ് ഇവിടെ പൗരാണിക കാലത്തൊക്കെ ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള ബാവലിക്കെട്ട് ഞങ്ങളാണ് കെട്ടിയിരുന്നത്. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ഞങ്ങളത് ചെയ്തിട്ടില്ല. ഞങ്ങൾക്കത് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളങ്ങനെ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാനൊക്കെ വന്നതാണ് എന്ന് പറയുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അവർ ദേവസ്വത്തിനൊരു അപേക്ഷ കൊടുക്കുകയോ അല്ലെങ്കിൽ ദേവസ്വത്തിന് അനുമതി തേടുകയോ ഒന്നും ചെയ്യാതെ ചില ആളുകൾ ഈ ബാവലിക്കെട്ട് കെട്ടുന്ന മന്നഞ്ചേരിയിലെ സ്ഥലത്ത് പോയി ഒരു 1-2 കല്ലൊക്കെ അവിടെ എടുത്തിട്ടിട്ട് അവരത് ബോധപൂർവം തന്നെ ചില യൂട്യൂബറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു പ്രചരണം വ്യാപകമായി നടന്നതിനെ തുടർന്ന് ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നറിയാൻ വേണ്ടി ഞങ്ങൾ ദേവസ്വം ബോർഡിനെയും അതുപോലെ തന്നെ അവിടുത്തെ ട്രസ്റ്റി ബോർഡ് അംഗങ്ങളെയും ഇപ്പോഴത്തെ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ
ശ്രീ നാരായണൻ അവർ അദ്ദേഹത്തൊക്കെ ബന്ധപ്പെട്ടു. അപ്പോൾ അവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇങ്ങനൊരു ചടങ്ങ് ഒരു കാലത്തും ഇവിടെ നടന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ചെയർമാൻ 80 വയസ്സുണ്ട്, 82 വയസ്സുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടന്നിട്ടില്ല. അദ്ദേഹം ചെറുതായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർവ്വന്മാരൊക്കെ ആ 4 തറവാട്ടുകാരാണ് ഈ ഇതിൻ്റെ ട്രസ്റ്റ് ബോർഡ് പാരമ്പര്യ ട്രസ്റ്റുമാർ. അവരുടെ ആരുടെ ഓർമ്മയിൽ ഇങ്ങനൊരു ചടങ്ങ് നടന്നിട്ടില്ല. കൊട്ടിയൂരിലോ അല്ലെ പരിസരത്തോ ചിട്ടയായ ആചാരങ്ങൾ നടക്കുന്ന അവിടെയുള്ള ആർക്കും ഇങ്ങനൊരു ചടങ്ങ് അറിയില്ല. അപ്പം അതുകൊണ്ട് ഇത് ആർക്കും അറിയാത്ത ഈ ഒരു കാര്യം പെട്ടെന്ന് കുറച്ച് ആളുകൾ വന്ന് അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് നിഷ്കളങ്കമോ സ്വദേശപൂർണമോ അല്ല എന്ന ഒരു അഭിപ്രായം പൊതുവെ ആളുകൾക്കിടയിലുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ നടന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമായൊരു കാര്യം, ഇതിൻ്റെ പിന്നിൽ ദുരുദ്ദേശങ്ങളുണ്ട് എന്നുള്ളതാണ്. ആ ദുരുദ്ദേശങ്ങൾ ഒരു കാര്യം, കൊട്ടിയൂർ ക്ഷേത്രത്തിൽ 10,000-കണക്കിന് ആളുകൾ വർഷങ്ങളായി അവിടെ ദർശനം നടത്താറുണ്ട്. 10-28 ദിവസമാണ് ഉത്സവം നടക്കുന്നത്. എല്ലാ ദിവസവും നല്ല ഭക്തജന തിരക്കുണ്ടാവാറുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ കഴിഞ്ഞ 1-2 വർഷമായി കർണാടക സംസ്ഥാനത്ത് നിന്ന് 10,000-കണക്കിന് ആളുകൾ കൊട്ടിയൂരിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷവും ഈ നേരെഴുന്നള്ളത്തായ സുഖം, അന്ന് സാധാരണ മലയാളികളായിട്ടുള്ള ആളുകൾ പോലും ഈ നേരെഴുന്നള്ളത്തിന് ആരും വരാറില്ല. പക്ഷെ അന്നും 100-600 ആളുകൾ കർണാടകയിൽ നിന്ന് വന്നിരുന്നു. ഇപ്പോഴും ഇന്നിപ്പം കൊട്ടിയൂരിൽ വിളിച്ചപ്പോൾ ശബരിമലയുടെ കാര്യമൊക്കെ പറഞ്ഞ പോലെ മലയാളികളെക്കാൾ കൂടുതൽ കർണാടകയിൽ നിന്ന് ആളുകളുണ്ട്, ഭക്തന്മാരുണ്ട്. നല്ലതാണ്, സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. പക്ഷെ കർണാടകയിൽ നിന്ന് ഇതുപോലെ 1000-കണക്കിന് ആളുകൾ കൊട്ടിയൂരിലേക്ക് വരുന്നു എന്നൊരു സാഹചര്യത്തെ ഉപയോഗപ്പെടുത്താനോ അല്ലെങ്കിൽ അതിനെ മുതലെടുക്കാനോ ഉള്ള ദുരുദ്ദേശമാണോ ഇതിന് പിറകിലുള്ളതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത് കൊട്ടിയൂരിൽ 64 സമുദായങ്ങൾക്കാണ്, ഹിന്ദു സമൂഹത്തിലെ 64 വിഭാഗങ്ങൾക്കാണ് കൊട്ടിയൂരിലുള്ള അവകാശമുണ്ട്. അതിലൊരു വിഭാഗം അല്ല ഒരു സ്ഥാനം അത് കൊട്ടിയൂരുള്ള ഭഗവതിയാണ്. ആ ഭഗവതിയെ അവിടത്തേക്ക് ഉപചാരം ചൊല്ലി സ്വീകരിച്ചു കൊണ്ടുപോകണമെന്നുണ്ട്. ബാക്കി 63 സ്ഥാനത്തിലുള്ള ഈ അവകാശികളെയും വിവരം അറിയിക്കില്ല, അവരെ ക്ഷണിക്കില്ല, അവരോട് പറയില്ല. ഓരോ സമുദായത്തിൽപ്പെട്ട ആളുകളും അവരവരുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ അവരുടെ ധർമ്മം നിർവഹിക്കാൻ വേണ്ടി സ്വമേധയാ അങ്ങോട്ടേക്ക് പോവാണ്. ഓരോ സമുദായത്തിനും ഓരോന്ന്. ഉദാഹരണത്തിന് ഇന്നിപ്പോൾ നാളെ ഇപ്പം ഇളനീരാട്ടം നടക്കും, തീയ സമുദായമാണ്. ആ തീയ സമുദായത്തിൽപ്പെട്ട ഒരു കുടുംബം, ആ കുടുംബത്തിന് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് ഇളനീർ അവിടെ എത്തിക്കാൻ. ഇപ്പോൾ നായർ സമുദായമാണ്, അവർ നെയ്യ് അവിടെ എത്തിക്കണം. ഒരു കുടുംബത്തിന് അതിന് അവകാശമുണ്ട്. പക്ഷേ ആ കുടുംബത്തിൻ്റെ കൂടെ ആ സമുദായത്തിൽപ്പെട്ടവരെല്ലാവരും നെയ്യായിട്ട് പോകും, അല്ലെങ്കിൽ ആ സമുദായത്തിൽപ്പെട്ടവരെല്ലാവരും ഇളനീരായിട്ട് പോകും. അങ്ങനെ ഓരോ സമുദായത്തിനും വിളക്ക് തിരി എത്തിക്കാനുണ്ട്, അതുപോലെ തന്നെ എണ്ണ എത്തിക്കാനുണ്ട്. അങ്ങനെ ഓരോ സമുദായത്തിനും അവിടെ ആ ക്ഷേത്രത്തിൽ ഉത്സവം നടത്താനുള്ള ഉത്തരവാദിത്വമുണ്ട്, അവകാശമുണ്ട്. പക്ഷെ അതിലെവിടെയും ഇങ്ങനെ ഒരു കാര്യം, ഈ ബാവലിക്കെട്ട് എന്ന് പറഞ്ഞൊരു കാര്യം ഏതെങ്കിലും ഒരു വിഭാഗത്തെ, അതായത് ഹിന്ദുക്കളല്ലാത്തൊരു വിഭാഗത്തെ അത്തരം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചതായി എവിടെയും രേഖകളോ പൂർവികമായ അറിവോ അങ്ങനെ ഒരു കാര്യമില്ല. അങ്ങനെയുള്ളൊരു കാര്യം ഇപ്പോൾ പെട്ടെന്നൊരു അവകാശവാദവുമായി വന്ന് വളരെ സൗഹാർദ്ദപരമായി അതുപോലെ തന്നെ സമാധാനപരമായി നടക്കുന്ന കൊട്ടിയൂരിലെ ഈ വൈശാഖ മഹോത്സവത്തിൻ്റെ ആരംഭ ദിവസം തന്നെ അവിടെ വന്ന് കുറച്ച് ആളുകൾ ഇത്തരമൊരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് പൂർവികമായി ഞങ്ങൾക്ക് അവകാശം ഉണ്ടായിരുന്നു, കുറച്ചു കാലമായിട്ട് ഞങ്ങൾ ചെയ്യാത്തതാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് കർണാടകയിൽ ഏതോ ഒരു സിദ്ധൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കുടുംബം പണ്ട് ഇങ്ങനെ ചെയ്തിരുന്നു, അത് ചെയ്യാത്തതിൻ്റെ ദോഷമാണ് നിങ്ങൾക്ക് എന്നൊക്കെ അവിടുത്തെ ആളുകളോട് പറഞ്ഞ് അവരുടെ അനുവാദമില്ലാതെ സമ്മതമില്ലാതെ, അവിടെ ദേവസ്വം ബോർഡുണ്ട്, അവിടുത്തെ പാരമ്പര്യ ട്രസ്റ്റുമാരുണ്ട്, ക്ഷേത്രത്തിൻ്റെ സംവിധാനങ്ങളുണ്ട്, അവരുടെയൊന്നും അനുവാദമില്ലാതെ ബാവലിയിൽ പോയി ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുകയും അതിനെ വ്യാപകമായി പ്രചരിപ്പിക്കും. അതിനെ ചരിത്രകാരന്മാരെന്നൊക്കെ പറയുന്ന ചില ആളുകളെ കൂട്ടി അതിനൊരു ആധികാരികത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തി. ഇങ്ങനെ ചെയ്തത് കൃത്യമായ ദുരുദ്ദേശത്തോടു കൂടിയാണ് എന്ന് ഞങ്ങൾ സംശയിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സാമുദായികമായൊരു വിഷയം എന്നുള്ള നിലക്കല്ല. കാരണം അങ്ങനെ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളോ
അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഈ ഒരു അവകാശവാദമായി വരികയോ ഇങ്ങനെ വന്ന ആളുകളെ പിന്തുണയ്ക്കുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വന്ന ആളുകൾ അവരുടെ വ്യക്തിപരമായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരം ഒരു നീക്കം നടത്തിയത് എന്നും മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അത്യന്തം പ്രതിഷേധാർഹമാണ്. കൊട്ടിയൂർ പോലുള്ള ഒരു ക്ഷേത്രത്തിലെ പവിത്രമായ ദക്ഷയാഗ സ്മരണകൾ ഉറങ്ങുന്ന വൈശാഖ മഹോത്സവത്തെ അലങ്കോലപ്പെടുത്താനുള്ള, സമാധാന ഭംഗമുണ്ടാക്കാനുള്ള, സാമുദായിക മൈത്രി തകർക്കാനുള്ള ഗൂഢോദ്ദേശം ഇതിന് പിറകിലുണ്ട് എന്ന് സംശയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ ദേവസ്വം ബോർഡിൻ്റെയും അതുപോലെ തന്നെ പാരമ്പര്യ ട്രസ്റ്റുമാരുടെയും ഉത്തരവാദപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ എവിടെ ഒരു തരത്തിലുള്ള അധികാരവും അവകാശവും ഇല്ലാതെയാണ് ഇത്തരം ഒരു കാര്യം ചെയ്തതെന്നും ഇതിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം നിയമ നടപടികൾ അവർ സ്വീകരിക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ ഇങ്ങനെ ഇത്തരം ദുരുപദിഷ്ടമായ നീക്കത്തെ തടയണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു മുന്നറിയിപ്പ് എന്നുള്ള ആൾക്ക് തന്നെ പറയാനുള്ളത്, കൊട്ടിയൂർ പോലൊരു ക്ഷേത്രത്തിലെ വളരെ ശാന്തമായി നടക്കുന്ന ഈ ഉത്സവത്തെ അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകൾ, ബന്ധപ്പെട്ട ആളുകൾ ഈ നീക്കത്തിൽ നിന്ന് പിന്തിരിയണം. ഇനി അഥവാ അങ്ങനെ പിന്തിരിയുന്നില്ലെങ്കിൽ വർത്തമാനകാല ഹൈന്ദവ സംഘടിത ശക്തിയുടെ കരുത്ത്, പ്രതിരോധ കരുത്ത് അവരനുഭവിക്കേണ്ടി വരും എന്ന് മാത്രമാണ് അത്തരം ആളുകളോട് വിനയപൂർവ്വം പറയാനുള്ളത്. അത്തരം ദുസ്സാഹത്തിന് ആരും മുതിരരുത് എന്നുകൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അല്ല, അതിൽ ശബരിമലയിൽ വാപുരൻ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഐതിഹ്യവും അതുപോലെ തന്നെ ചരിത്രവുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം അയ്യപ്പൻ്റെ അനുചരനായിരുന്ന വാപുരൻ എന്ന് പറയുന്ന ഒരു ദേവതയുണ്ട്. ആ വാപുരൻ പിന്നീട് വാവറായി മാറിയതും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ ഇപ്പം വന്ന് എരുമേലിയിലുണ്ടായിരുന്ന ആ ഒരു സ്ഥാനം പിന്നീട് ചില ആളുകൾ ശ്രമം നടത്തിയിട്ട് ഇപ്പോൾ ശബരിമലയിലുള്ള സന്നിധാനത്തിൻ്റെ തൊട്ട് മുമ്പിലായിട്ട്, ആ നടയുടെ തൊട്ട് ഇപ്പുറത്തായിട്ട്, ആ പോലീസ് സ്റ്റേഷൻ്റെ ഇപ്പുറത്ത് ഒരു സ്ഥാനം കാണാം. അവിടെ ഇതുപോലെ ഒരു വാവർ നട എന്ന് പറഞ്ഞൊരു നട വന്നിരിക്കുകയാണ്. ആ നടയിൽ വലിയ ഭണ്ണാരമൊക്കെ വെച്ചിട്ട്, ഭസ്മമൊക്കെ വെച്ചിട്ട് ചില ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു അത്ഭുതമുള്ളത്, ശബരിമലയിലെ ബാക്കി എല്ലാ ഭണ്ണാരത്തിലെയും വരവ് ദേവസ്വം ബോർഡിനാണ്. പക്ഷേ ഈ ബാവർ നട എന്ന് പറയുന്ന സ്ഥലത്തെ ഭണ്ണാര വരവ് ദേവസ്വം ബോർഡിനല്ല, അത് വേറെ ചില ആളുകൾക്കാണ്. അപ്പം ഇത് വാപുരൻ പിന്നീട് മാവറായതുപോലെ ഇതുപോലെയുള്ള എന്തെങ്കിലും ഗൂഢോദ്ദേശം ഇതിന് പുറകിലുണ്ട് എന്നുള്ളതിന് ഇപ്പോൾ തെളിവൊന്നുമില്ല. കാരണം അത് ആ നിലയിലുള്ള ചില ആശങ്കകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ആരെങ്കിലും കുറ്റപ്പെടുത്താനൊന്നും ഇപ്പോൾ ഉള്ള തെളിവോ അല്ലെങ്കിൽ സാഹചര്യമോ ഒന്നും ഇപ്പോൾ ഇല്ല. ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വന്ന ആളുകളുടെ ഒരു നിക്ഷിപ്ത താല്പര്യമാണ് ഇതിന് പുറകിൽ എന്ന് മാത്രമേ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നേരത്തെയും ചില ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ ജില്ലയിൽ തന്നെയുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം മാമാനികുന്ന് ദേവീക്ഷേത്രമുണ്ട്, വളരെ പ്രസിദ്ധമായ ദേവീക്ഷേത്രമാണ്. ആ ദേവീക്ഷേത്രത്തിനടുത്ത് ഒരു മഖമുണ്ട്. അപ്പോൾ നിലാമുറ്റം എന്നാണ് അതിൻ്റെ പേര്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വളരെ വ്യാപകമായൊരു പ്രചരണം നടക്കുകയാണ്. അതായത് മാമാനികുന്ന് ക്ഷേത്രത്തിൽ വന്നാൽ അതിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ നിലാമുറ്റം മക്കാമിൽ പോയി പ്രാർത്ഥിക്കണം എന്നൊരു പ്രചരണം, വളരെ വ്യാപകമായൊരു പ്രചരണം ഉണ്ടായി. ആ പ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ ഇവിടെ വരും, പിന്നെ അവിടെയും പോയി പ്രാർത്ഥിക്കുമെന്നൊരു സ്ഥിതി ഉണ്ടായി. പിന്നീട് അവിടുത്തെ ദേവസ്വം ബോർഡിന്, ദേവസ്വത്തിൻ്റെ ഉദ്യോഗസ്ഥനെ തന്നെ വെച്ചിട്ട് അവിടെ നിന്ന് പറയുന്നത് കേൾക്കാറുണ്ട്, നമ്മളവിടെ പോയാൽ കേൾക്കും. മാമാനികുന്ന് ദേവീക്ഷേത്രത്തിൽ വന്ന ഇവരുടെ പ്രാർത്ഥിച്ചു പോയി കൊണ്ടു, അല്ലാതെ അപ്പുറത്ത് പോയി മക്കാമിൽ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രചരണങ്ങളെല്ലാം തെറ്റാണ് എന്ന് പറയാൻ തന്നെ ഒരു ഉദ്യോഗസ്ഥനെ അവിടെ ദേവസ്വം ബോർഡ് വെച്ചു. അപ്പോൾ ഇതുപോലുള്ള ചില പ്രചരണങ്ങൾ ബോധപൂർവമായോ അല്ലാതെയോ നടക്കുന്നത് പ്രധാന ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമുണ്ട്. അത്തരം എന്തെങ്കിലും കാര്യമാണോ ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കിനി ഇപ്പം തെളിവുകളൊന്നുമില്ല.
പക്ഷെ എന്തായാലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആശങ്ക വരുന്നത്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഒരു സ്വദേശമല്ലെന്നുള്ളത് കൊണ്ടാണ് ആശങ്ക വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നത്തിൽ ദേവസ്വവും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇടപെട്ടപ്പോൾ ഞങ്ങൾ ഇതിനെതിരായിട്ട് ശക്തമായി രംഗത്ത് വരണം എന്ന് ചിന്തിച്ചു. ആരൊക്കെയാണ് അവിടുത്തെ ചിട്ടകൾ നടത്തേണ്ട, ആചാരങ്ങൾ നടത്തേണ്ടത് എന്നുള്ളതിനെപ്പറ്റി അവിടെ രേഖകളൊക്കെ ഉണ്ട്, കൃത്യമായ രേഖകളുണ്ട്. കൊട്ടിയൂരിലെ ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ പൗരാണികമായ കാര്യങ്ങളാണ്, ചിട്ടയായ കാര്യങ്ങളാണ്, വളരെ നല്ല രീതിയിൽ നടക്കുന്ന ആചാരങ്ങളാണ്. അപ്പം അങ്ങനെ നടക്കുന്ന ഈ ആചാരത്തിൽ ഇതുവരെ പറയാത്തൊരു കാര്യം ഉണ്ട് എന്ന് അവകാശപ്പെട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാം അസ്വസ്ഥമാക്കുന്ന, ആശങ്കപ്പെടുത്തുന്ന കാര്യം. 1902 ഈ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് 1902 പ്രസിദ്ധപ്പെടുത്തിയൊരു ഗ്രന്ഥമുണ്ട്. മാനന്തേരി മഠത്തിൽ ചന്തു നമ്പ്യാർ എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയ ദക്ഷിണ കാശി മാഹാത്മ്യം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. 1902 അതായത് ഒരു നൂറ്റാണ്ടിന് മുമ്പുള്ള ഒരു പുസ്തകമാണ്. ആ പുസ്തകം ഇപ്പം കിട്ടാനുണ്ട്. അതിൻ്റെ 53-54 പേജുകളിലായി ഈ എല്ലാ ആചാരങ്ങളെക്കുറിച്ചും അതിൽ പറയുന്നുണ്ട്. അതിൽ ഈ ബാവലിക്കെട്ട് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ആ ബാവലിക്കെട്ട് എന്ന് പറയുന്ന അധ്യായത്തിൽ പറയുന്നത് മനുഷ്യങ്ങൾ എന്നാണ്. ഈ ബാവലി കെട്ടുന്ന ആളുകളെ അവിടെ പറയാം, ഓരോന്നിനും ഓരോ പേരുകളുണ്ട്. മനുഷ്യങ്ങൾ എന്നാണ് പറയാം. അതിൽ പറയുന്നത് ബാവലിക്കെട്ട് ചൊന്നേൻ ഞാൻ മനുഷ്യങ്ങൾ എന്ന സംഘം തൃച്ചെറു മണ്ണിൽ ഉത്സവകാലെ വന്നു ചേർന്നിടുമേവം. അവരാരാണെന്ന് പറയുന്നുണ്ട്. വമ്പരാം വാര്യന്മാരും നമ്പീശന്മാരും കൂടി 50-ൽ 4 ഇരട്ടി ചമ്പോടുണ്ടാവും സൗഖ്യം. ക്ഷമിക്കണം, വമ്പരാം വാര്യന്മാരും നമ്പീശന്മാരും കൂടി 50-ൽ 4 ഇരട്ടി ചെമ്പോടുമുണ്ടാവും സൗഖ്യം. മുല്ലബാണാരിയുടെ ചൊല്ലാർന്ന ഭൂതോകങ്ങൾ എല്ലാവരും ഒന്നായി ചേർന്ന് ചെല്ലുന്ന ഘോഷം പോലെ, ഉന്മാദമുള്ള പോലെ വന്മതമുള്ള പോലെ ദ്വന്ദ്വയുദ്ധാർത്ഥം പോരിൽ തമ്മിൽ എന്നതുപോലെ ഒന്നൊന്നായി തുള്ളിച്ചാടി ചെന്നതു പലവഴി ഇന്നാദ്യം ഒഴുകിയുടെ മന്നസിൽ ചെന്നുപെട്ടാൽ ആറതിലെങ്ങുമുള്ള പാറക്കല്ല് ഉരുട്ടിക്കൊണ്ട് ആറിൻ്റെ മദ്യം കെട്ടാൻ ആറാട്ടുഘോഷത്തോടും ആക്കത്തോട് ഉന്തിത്തള്ളി നീക്കിയും നിരക്കിയും ഊക്കന്മാർ ചില പാറ തൂക്കിയും അടുക്കിയും ഇത്തരം മതത്തോടും ഉത്തരവാം ബാവലിയിൽ പ്രസ്തരങ്ങളെ കൊണ്ട് മുട്ടിക്കും സേതുബന്ധനം. തൃച്ചെറുമൻ ഉത്സവേ പശ്ചിമ ഭാഗത്തിങ്കൽ മർത്യർക്കു യാത്ര ചെയ്യുവാൻ ഇച്ചറ കെട്ടാണത്രേ എന്ന് ഈ ബാവലിക്കെട്ട് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അതിൽ പറയുന്നത് വാര്യന്മാരും നമ്പീശന്മാരും ഇപ്പോഴും അവരാണ് ചെയ്യുന്നത്, അവരാണ് ഈ കാര്യം ചെയ്യുന്നത് എന്ന് 1902 പ്രസിദ്ധീകരിച്ച ഈ ദക്ഷിണകാശി മാഹാത്മ്യം എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോഴും വാര്യന്മാരും നമ്പീശന്മാരും തന്നെയാണ് അത് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഒരു നൂറ്റാണ്ട് മുമ്പ് പ്രസിദ്ധീകരിച്ച, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നൂറ്റാണ്ട് മുമ്പ് പ്രസിദ്ധീകരിച്ചൊരു പുസ്തകത്തിൽ പറയുമല്ലോ. അവർ പേരെടുത്ത് പറയുന്നത് ഈ സമുദായത്തിൻ്റെ പേര് തന്നെയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, ഇതെന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. ദേവസ്വം കേസ് കൊടുക്കുന്നതാണ് ഇന്നലെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി അഥവാ കൊടുത്തില്ലെങ്കിൽ, ദേവസ്വം കൊടുക്കുന്ന ഇന്നലെ അവർ നിയമ വഴി ഞങ്ങൾ നേടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭക്തജനങ്ങൾ നല്ലവർക്ക് എന്തായാലും പോകും, കോടതിയിൽ വേണമെങ്കിൽ കോടതിയിൽ പോകും, അത് പോകണമെന്ന് ആലോചിക്കുന്നുണ്ട്. അതെ അതെ. അല്ല, അതിലൊരാൾ അവകാശപ്പെട്ടത് അദ്ദേഹം ഒരു കർണാടക മിനിമം വേജസ് ബോർഡിൻ്റെ ചെയർമാനാണെന്നും അതവിടെ ക്യാബിനറ്റ് റാങ്കാണെന്നും പോലീസ് അകമ്പടി വേണമെന്നും പറഞ്ഞ് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് അകമ്പടിയോടുകൂടിയാണ് വന്നതെന്നാണ് പറഞ്ഞത്. ദേവസ്വം ബോർഡിൽ പോയിട്ട് അവരോടും ഉദ്യോഗസ്ഥന്മാരോടും പറഞ്ഞത് അങ്ങനെയാണ്. പിന്നെ അവരുടെ കൂടെ പോയ ആളുകളുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുകയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ ഈ പേരുകൾ ശരി തന്നെയാണെന്ന് പറഞ്ഞു. അതിലൊരാൾ ഒരു മൈൻ എന്ന് പറഞ്ഞ ഒരാളാണ്, പിന്നെ മാഹിൻ എന്ന് പറഞ്ഞ ആളാണ്. അവരാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അതവരോട് ചോദിക്കണം. അല്ല, ഇതൊന്നും നമുക്കറിയില്ല. അവരെന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ ദേവസ്വത്തിനടുത്ത് എന്തെങ്കിലും ഒരു കാര്യം ഒരു അപേക്ഷ കൊടുക്കുകയോ അങ്ങനെ എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ ഒരു സംഭവം ഇല്ല. അവിടെ എന്തെങ്കിലും
ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു, ഞങ്ങൾക്ക് നേരത്തെ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് മുടങ്ങിപ്പോയതാണ്, ഞങ്ങൾക്ക് നടത്തണം എന്ന് പറഞ്ഞിട്ട് ഈ കുടുംബ ട്രസ്റ്റിൻ്റെ പേരിൽ അവരുടെ ലെറ്റർ പേഡോ മറ്റോ വെച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. ഇതവർ വാക്കാൽ പറഞ്ഞ കാര്യമാണ്. ഇല്ല, അവരിങ്ങനെ അവിടെ പോയി കല്ലിടുന്നവരറിയില്ല. ഇത് രണ്ടും വ്യത്യസ്ത സ്ഥലങ്ങളാണ്. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ അവിടെ വെച്ചിട്ട്, അവിടെ ഓഫീസിൽ വെച്ചിട്ടാണ് ഇവരെ കാണുന്നത്. മന്നഞ്ചേരിയിലാണ് ഈ സംഭവം നടക്കുന്നത്. അവർ ഇതിൻ്റെ യൂട്യൂബർമാരെ അവരെല്ലാം കൂട്ടിയിട്ട് പോയി കല്ല് അവിടെ ഇടുക എന്നുള്ളത്, അത് തമ്മിൽ ഏകദേശം 1 കിലോമീറ്ററിന് വ്യത്യാസമുണ്ടല്ലോ. പിന്നെ ആ സമയത്ത് സ്വാഭാവികമായിട്ടും അന്ന് ഭക്തജനങ്ങളുള്ള ദിവസമല്ല നീരെഴുന്നള്ളത്ത് ദിവസം. അതവിടെ പോയി അവരോട് കല്ലവിടെ ഇട്ടു, അത് ആ ചടങ്ങ് നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ എടുത്തു പ്രചരിപ്പിച്ചു. അതാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ദുരുദ്ദേശമില്ലേ? ഏകദേശാസ്തനാണ് ഉണ്ടുണ്ട്. അത് ചെയ്യുന്ന ബാവലി കെട്ടുന്ന പറഞ്ഞാൽ കിട്ടുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞു. അല്ല, അതിലെ കൂടെയാണല്ലോ ശരിക്കും അപ്പുറത്തേക്ക് ആളുകൾ കടക്കുക. ബാവലിയിൽ ഇപ്പോൾ ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ താഴെ ഭക്തജനങ്ങൾ പണ്ട് കാലത്ത് പാലമില്ലല്ലോ, ഈ കെട്ടുന്ന ബാവലി കെട്ടിലൂടെ തന്നെയാണ് നടന്നിട്ട് അക്കരെ പോവുക. നല്ല കെട്ടാണ് ആ കെട്ടിപ്പോഴും ഉണ്ട്. ഇപ്പോൾ ആളുകൾ അതിൽ പോകുന്നുണ്ട്. അതല്ല ഉദ്ദേശം. വ്യക്തമാണ്. അതെ, ഇന്നലെ ആശാൻ പറഞ്ഞ പോലെ, നിങ്ങൾ പറഞ്ഞ പോലെ ഇന്നലെ ചെയ്ത ഒരു അബദ്ധം ഇന്നത്തെ ആചാരവും നാളത്തെ ശാസ്ത്രവുമാകുമെന്ന് കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നാളെ അത് ശാസ്ത്രമൊക്കെ ആയി മാറും. ഹിന്ദു ഐക്യവേദി പോവും, കോടതി പോവും. ഇല്ല, അറിയില്ല. അല്ല, നമ്മുടെ ജീവിതകാലത്ത് തന്നെ കണ്ട ഒരു സംഭവം നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും. ശബരിമല ക്ഷേത്രത്തിലെ ഉത്സവങ്ങളും കാര്യങ്ങളും വളരെ സമാധാനപരമായി നടക്കുകയായിരുന്നു. കരുണാകരൻജി ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് നിലക്കൽ, ശബരിമല എന്ന് പറയുന്ന 18 മലകളുടെ ഒരു ക്ഷേത്രമാണ്. അതിൽ ഒരു മലയിൽ കുരിശ്, നമ്മുടെ സ്ഥലമാണ്, കുരിശ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നിലക്കൽ പ്രശ്നം വന്നത്. ആ നിലക്കൽ മല ഞങ്ങൾ നിലക്കൽ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ അവിടെ സമരം ചെയ്ത് അവസാനം ഹിന്ദുക്കൾ ഇടപെട്ടു, കരുണാകരൻ മിനിസ്റ്റർ ഇടപെട്ടു, അവർക്ക് വേറൊരു സ്ഥലം കൊടുക്കേണ്ട വന്നു. അവിടത്തേക്ക് അവർ ഷിഫ്റ്റ് ചെയ്തു. അവിടെയാണ് ഇപ്പോൾ നിലക്കൽ. അതിൽ ഈ ഒരു കുരിശ് പിന്നീട് ആങ്ങാമൂടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറ്റി. അവിടെ ഒരു കൊണ്ടേ കുരിശ് നാട്ടി. അപ്പോൾ അന്നത്തെ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി അത് ആങ്ങാമൂഴി എന്ന് പറഞ്ഞൊരു സ്ഥലം കൊടുത്തിട്ട് അതങ്ങോട്ട് മാറ്റേണ്ടി വന്നു. കാരണം അങ്ങനെ അവിടെ ഉണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ മതേതരത്വം ആയതുകൊണ്ട് ഒരു മധ്യസ്ഥമൊക്കെ പറഞ്ഞിട്ട് വേറെ സ്ഥലം കൊടുത്തിട്ട് കുരിശ് മാറ്റി. നമ്മളിപ്പോൾ ഈ സമയത്ത് നടത്തുമ്പോഴേ ഒരു മതത്തിന് നമ്മൾ എതിരില്ല. പക്ഷെ നമ്മൾ സമാധാനമായിട്ട് നടക്കുന്ന ഒരു കൊല്ലത്തിൽ 40 ദിവസം സമാധാനപരമായിട്ട് ഇത്രയും കാലം നടന്നു വന്ന കൊട്ടിയൂർ ഉത്സവത്തിന് ഒരു പ്രശ്നം വരുമെന്നുള്ളത് നമ്മുടെ പേടി. ആ പേടിയാണ് ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. അത് കഥയിൽ ചോദ്യമില്ല. പല ആചാരങ്ങളും കൊണ്ടുവരാൻ ശ്രമം ഇവിടെ നടത്തുന്നതായിട്ട് പലരും പറയുന്നത്. കല്ലെടുത്ത് അല്ല, അതൊക്കെ ഈ തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുമ്പോൾ ചില ആളുകൾ ചെയ്യുന്ന, അത് നിഷ്കളങ്കമാണ്, ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് ശബരിമലയിൽ കാണും. തമിഴ്നാട്ടിലെ ചില ക്ഷേത്രങ്ങൾ ഇതുപോലെ ഒരു കല്ലൊക്കെ എടുത്ത് വെക്കും. ഒരു കല്ലെടുത്ത് വെച്ചാൽ പിന്നീട് പോകുന്ന ആൾ വേറൊരു കല്ലെടുത്ത് വെക്കും. അങ്ങനെ കല്ലെടുത്ത് വെക്കാമെന്നത് അതിലൊന്നും ദുരുദ്ദേശമില്ല. അതിൽ നിഷ്കളങ്കപടമായ നിഷ്കളങ്കമായ ഭക്തിയാണ്. അതും ഇതും തമ്മിൽ നമുക്ക് ഒരു തരത്തിലും സാധർമ്മ്യമില്ല. അതും ഇതുപോലെ തന്നെ ആരെങ്കിലും ആരും കൊണ്ടൊഴുക്കി പിന്നെ കൊണ്ടൊഴുക്കാൻ ഇതൊന്നും ആചാരമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അതായത് മറ്റൊരു കാര്യം ഇതിൽ സംശയിക്കാനില്ല. ഇപ്പം കർണാടകയിൽ നിന്ന് ധാരാളം ഭക്തന്മാർ വരുന്നുണ്ട്, എല്ലാ തരത്തിൽപ്പെട്ട ആളുകൾ വരുന്നു. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കർണാടകത്തിലുള്ള ഒരു
ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ, അയാൾ എനിക്കും കൂടി അവകാശമുള്ള എൻ്റെയും കൂടി ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം എന്ന മേനി നടിക്കാനോ അല്ലെ അവകാശം പറയാനോ അതിൻ്റെ പേരിൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടാനോ ഒക്കെയാണോ ഇതിൻ്റെ പുറകിൽ എന്നുള്ളതൊരു സംശയമാണ്. മറ്റെന്താണ് ഇത് പുറകിൽ? വേറൊന്നും പറയാനില്ല. ആവാം. അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല. അല്ല, ശരിക്കും പറഞ്ഞാൽ ദേവസ്വക്കാർ അറിയില്ലല്ലോ ഇങ്ങനൊരു കാര്യം ചെയ്തു എന്നുള്ളത്. മീഡിയകളിലൂടെയാണല്ലോ അറിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ദേവസ്വം ബോർഡ് 2-ാം തീയതി അവരുടെ അതിന് ട്രസ്റ്റ് ബോർഡ് യോഗം കൂടിയത്. ആ യോഗം കൂടിയ ആ സമയത്ത് തന്നെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. മിഞ്ഞാന്നത് അവർ വാർത്താ സമ്മേളനം നടത്തി പറയുകയും ചെയ്തു. വീഡിയോ ഉണ്ട്. അവരുടെ വീഡിയോ അല്ല, അവരുടെ വീഡിയോയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആചാരം, മുടങ്ങിയ ഒരു ആചാരമാണ്, അത് പുനരാരംഭിക്കുകയാണെന്നുള്ള രീതിയിലൊരു കാര്യമാണ് അതിൽ പറയുന്നത്. അല്ല, അതിൽ ഇപ്രാവശ്യം ഇങ്ങനൊരു കല്ലൊക്കെ ഇട്ടങ്ങ് പോയി, ഇതിന് യാതൊരു പ്രതികരണവും ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത വർഷം വന്നിട്ട് അത് ചെയ്യുന്നതിന് തടസ്സമില്ല. കഴിഞ്ഞ കൊല്ലം ഇട്ടിട്ട് ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാലോ. അപ്പോൾ അങ്ങനെ ഒരു രീതിയാണോ എന്ന് അറിയില്ലല്ലോ. മാത്രമല്ല, അവരൊരു വീഡിയോ മാത്രം എടുക്കാനാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ അത് പേപ്പറിൽ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. വീഡിയോ എടുത്തിട്ട് പോയാൽ പോരാ. നമ്മളൊക്കെ എവിടെയൊക്കെ പോകുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്, അത് നമ്മൾ പ്രസ്സിൽ കൊടുക്കുന്നുണ്ട്, ഇല്ലല്ലോ. അപ്പോൾ അതിലെന്തോ ദുരുദ്ദേശമുണ്ട്. പക്ഷേ അതിനെക്കൊണ്ട് നമുക്കൊരു പ്രശ്നം വരാതിരിക്കാനാണ് നമ്മൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു തിങ്കിങ് നടത്തുന്നത്. ഉറപ്പാണ്. ഈ കാര്യം പറഞ്ഞിട്ട് കൊട്ടിയൂരിലെ കാര്യം വരില്ല. നിലവിൽ അവർ ഇത് ആയിട്ട് അവർക്ക് യാതൊരു അറിവുമില്ല, ബന്ധവുമില്ല, അങ്ങനെ ഇതുവരെ ഒരു കാര്യം നടന്നിട്ടില്ല എന്നവർ വ്യക്തമാക്കിയ സ്ഥിതിക്ക് അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല.